السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم، والصلاة والسلام على سيدنا محمد سيد العرب والعجم وعلى آله وصحبه أهل الفضل والكرم. أما بعد. ഒരു തുള്ളി വെളിച്ചം എന്ന ഈ വാട്സ്ആപ്പ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നന്മയിൽ നിന്ന് ഒന്നും താങ്കൾ നിസാരമാക്കരുത്. അത് മുഖപ്രസന്നതയോടുകൂടി താങ്കളുടെ സഹോദരൻ അഭിമുഖീകരിക്കാനാണെങ്കിലും ശരി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നന്മകൾ ഇന്ന് നാട് നീങ്ങുകയാണ്, പകരം തിന്മകൾ നാട് വാഴുന്നു. നന്മകൾ പ്രചരിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് കാലം പോലും നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും പുണ്യമാണെന്നാണ് ഇസ്ലാമിക വീക്ഷണം. പുഞ്ചിരി മഹത്തായ ഒരു അനുഗ്രഹമാണ്. മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ പുഞ്ചിരിയെ കുറിച്ചുള്ള പ്രവാചക വചനത്തിന്റെ സാരം കൂടുതൽ തെളിമയോടെയും വ്യക്തതയോടെയും വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കോപകലുഷിതമായവന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി അവന്റെ കോപത്തെ നിർവീര്യമാക്കാൻ വളരെ പ്രാപ്തമാണല്ലോ. മാത്രമല്ല, ശത്രുവിനെ മിത്രമാക്കി മാറ്റിയെടുക്കാനും അതുവഴി നമുക്ക് സാധിക്കും. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നന്മകളെ നാം നിസ്സാരവൽക്കരിക്കരുത്, തിന്മകൾ പ്രോത്സാഹിപ്പിക്കരുത്. നന്മകൾ വർദ്ധിപ്പിക്കലാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അതിന് ധാരാളം അവസരങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നല്ല സംസാരം കൊണ്ടെങ്കിലും എന്ന് നബി തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല സംസാരം പോലും ധർമ്മമാണ്, നന്മയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാചകനോളം നന്മ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവിനെ ചരിത്രത്തിൽ കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവരെ നാം കണ്ടുമുട്ടുന്നു. നിരാലംബരായവർ, രോഗികളായവർ, അനാഥരായവർ, അഗതികൾ, ആരും സഹായിക്കാനില്ലാതെ ജീവിതം തള്ളി നീക്കുന്നവർ, അങ്ങനെ നിരവധി പേരെ നാം നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നു. അതെല്ലാം സുഹൃതത്തിനായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. തിരക്ക് പിടിച്ച ജീവിതത്തിലെ ഓരോ അനർഘ നിമിഷങ്ങളെയും നാം സുഹൃതധന്യമാക്കുക. നന്മ നിറഞ്ഞ വാക്കുകൊണ്ടെങ്കിലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.